എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷാർജ കൽബയിലെ ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഷാർജയിലെ ഒരു പുതിയ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ വരുന്ന ഒരു പ്ലേസാണ് കൽബ ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്. 2024 മാർച്ചിലായിട്ടാണ് പബ്ലിക്കിനായിട്ട് ഹാങ്ങിങ് ഗാർഡൻ ഓപ്പൺ ആക്കിയത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഏതെങ്കിലും ഒരു പബ്ലിക് ഹോളിഡേൻ്റെ സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് വരാനേ പാടില്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു 1.5 വർഷത്തിന് മുന്നേ ഓപ്പൺ ആക്കിയ ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെയും ഒരുപാട് പേര് അവധി ദിവസങ്ങളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഹാങ്ങിങ് ഗാർഡൻ. പക്ഷേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫുൾ ഡേ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്ന വണ്ണം അത്തരത്തിൽ വലിയൊരു ട്രാഫിക് ബ്ലോക്കാണ് ഈ ഒരു ഏരിയയിലുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇത് പറയാൻ കാരണം, നമ്മൾക്ക് പോകണമെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് ആഗ്രഹിക്കുകയും അതൊരു പബ്ലിക് ഹോളിഡേ സെലക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ കാണാറൊക്കെയുണ്ട് ഈ ഒരു ഏരിയ മണിക്കൂറുകളോളം ആളുകൾ ബ്ലോക്കായി കിടന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഹാങ്ങിങ് ഗാർഡൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 5 dirhams ആണ്. മോർണിംഗ് തൊട്ട് നൈറ്റ് 12 o'clock വരേക്കും പാർക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരു എക്സ്കർഷൻ ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ട്രെയിനിന് കയറാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതും ഒരാൾക്ക് 5 dirhams എന്നുള്ള രീതിയിലാണ്. അതിമനോഹരമായിട്ടുള്ള വലിയ വലിയ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശം, അതിനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടർഫോൾ കൊണ്ടുവന്നിട്ട് അവിടെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും നല്ല പച്ചപ്പും നല്ലൊരു അതിമനോഹരമായ പൂക്കൾ കൊണ്ടിട്ടുള്ള വലിയൊരു ഗാർഡനും സെറ്റപ്പാക്കിയിട്ട്, ശരിക്കും ഇവിടെ ഒരു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സൊക്കെ നല്ല രീതിയിൽ കൂളായിട്ടും റിലാക്സ് ചെയ്തൊക്കെ ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഹാങ്ങിങ് ഗാർഡൻ. സീ ലെവലിൽ നിന്ന് ഏകദേശം 281 meters ഉയരത്തിലാണ് ഇതുള്ളത്. ഇവിടുത്തെ ഒരു സെൻറ്റർ പീസ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഈ ഒരു വാട്ടർഫോൾ തന്നെയാണ്. ഇത് ഡേയിൽ വന്നിട്ട് കണ്ടാലും കുറച്ചൊന്ന് നൈറ്റായി ആഫ്റ്റർ 7 o'clock കണ്ടാലും 2 entirely ഡിഫറെൻറ്റ് വ്യൂ ആണ് രണ്ടിനും. രാത്രിയാകുമ്പോഴേക്കും അതിമനോഹരമായ ലൈറ്റ് എഫക്ട്സോട് കൂടി ആ വാട്ടർഫോളും അതിൻ്റെ ചുറ്റിലുമുള്ള പ്രദേശങ്ങളും ഒക്കെ കാണാനായിട്ട് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ വരുന്നവർക്ക് മൗണ്ടൻ ക്ലൈംബിംഗ് റൂട്ടുമുണ്ട്. അതും 3 different ലെവൽസ് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ 3 different ലെവലിൽ വെച്ചിട്ടുള്ള 3 ഒരു മൗണ്ടൻ ക്ലൈംബിംഗ് റൂട്ട്സ് ഉണ്ട്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിൽ പ്ലേ ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി സ്കേറ്റിംഗ്, സ്കൂട്ടർ റൈഡിംഗ് ഒക്കെ താല്പര്യമുള്ള കുട്ടികൾക്കും സ്കേറ്റ് ബോർഡിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു സ്റ്റെപ്സ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്സ് കയറി ഏറ്റവും ഉയരത്തിൽ പോയിട്ട് നമുക്ക് ഹാങ്ങിങ് ഗാർഡൻ്റെ ഫുൾ വ്യൂ ആസ്വദിക്കാവുന്നതാണ്. നമ്മൾ പോയത് ഒരു സമ്മർ ടൈമിലാണ്. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷമാണ് ഇവിടെ ശരിക്കും എത്തിപ്പെട്ടത്. ഇവിടുന്ന് ഇത്രയും ദൂരം നമ്മളുടെ അതിമനോഹരമായിട്ടുള്ള ഈ കൽപ്പടികളൊക്കെ ചവിട്ടി പാറ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സ്റ്റെപ്സാണ്. ചുറ്റിനും നല്ല കൈവരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ കയറി ഏറ്റവും ടോപ്പിലെത്തുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും ഈ ഒരു ടോപ്പ് വ്യൂവിനകത്ത് നിന്നിട്ട് ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ മുഴുവൻ ഭംഗി ആസ്വദിക്കുവാനും ഒക്കെയുള്ള ഒരു ക്രേസ് കൊണ്ട് ഏറ്റവും ടോപ്പിൽ വരേക്കും പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. മലകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ,
അതിൻ്റെ നടുക്കായിട്ട് നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും പല തട്ടുകളായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള നല്ലൊരു ഗാർഡനും അതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ നല്ലൊരു വെള്ളച്ചാട്ടവും. ഇതാണ് ശരിക്കും ഹാങ്ങിങ് ഗാർഡനെ ഒരു വൺ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു 760 മീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള റണ്ണിങ് ട്രാക്കുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റെപ്പ് കയറി ഏറ്റവും ഉയരത്തിലെത്തിയാൽ ഇതിൻ്റെ ഒരു വ്യൂ ആസ്വദിക്കുന്നതോടൊപ്പം മറ്റൊരു റെസ്റ്റോറൻറ്റും അവിടെയുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് അപ്പർ ഏരിയയിൽ ആണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഏകദേശം സീ ലെവലിൽ നിന്ന് 270 മീറ്റർ ഹൈറ്റിലുള്ള എബോവ് ആണ് അതുള്ളത്. പക്ഷെ നമ്മുടെ ഗാർഡനിനകത്ത്, ഹാങ്ങിങ് ഗാർഡനകത്ത് കയറിയിട്ട് ഈ സ്റ്റെപ്പ് കയറി നമ്മളവിടെ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് ആ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് റോഡ് ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഔട്ട്സൈഡ് നിന്നിട്ട് റോഡ് മാർഗത്തിലൂടെ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്താവുന്നതാണ്. ഈ കൽവഴി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇതിന് ഇരുവശത്തായിട്ടും അതിമനോഹരമായിട്ടുള്ള കടലാസ് ചെടികളുടെ ഒരു പൂക്കൾ. ഇത്രയും ഒരു സമ്മർ സീസണിൽ ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ UAE ടെമ്പറേച്ചർ അതിനും മേലെ രേഖപ്പെടുത്തുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറയുന്ന ടൈം. ഈ സമയത്തും ഇത്രയും നല്ല പൂക്കളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും എഫേർട്ടും ഇവിടുത്തെ അധികാരികൾ അതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശരിക്കും വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെയുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് മൗണ്ടൻസ് ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഇവിടെയൊക്കെ ന്യൂസിൽ നമുക്ക് കാണാറുണ്ട് കോടമഞ്ഞൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈവൻ സമ്മറിലാണെങ്കിലും ഈ ഒരു ഫോഗ് എഫക്റ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ന്യൂസിലൂടെ കണ്ടത്. കൽബ എന്ന് പറയുന്നത് ഒരുപാട് ഡെവലപ്മെൻറ്റ്സും ഒരുപാട് നല്ല ടൂറിസ്റ്റ് പ്ലേസസും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഇവിടെ വരുന്നവർ ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് ഏരിയയും കൂടെ കണ്ടുപോവുകയാണെങ്കിൽ ശരിക്കും ആ ഒരു വിസിറ്റ് ഭയങ്കര വേർത്തായിരിക്കും. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് കൽബ മാൻഗ്രൂവ് സെൻറ്ററിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആഡംസ് ലിറ്റിൽ ഹബ്ബ് കൽബ മാൻഗ്രൂവ് സെൻറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അവിടെയുണ്ട്. അപ്പോൾ അതും ഇതിനടുത്തായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. അതും കുട്ടികളുമൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. പല ടൂറിസ്റ്റ് പ്ലേസസിൽ വന്നാൽ നമുക്ക് അവിടെ നിന്ന് പല ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാമെങ്കിലും എല്ലാ ഐറ്റംസിനും ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് കിട്ടുന്ന അതേ റേറ്റിന് തന്നെയാണ് ഒരുവിധം റേറ്റ് വ്യത്യാസമില്ലാതെ സെയിം റേറ്റിൽ ചെറിയ തോതിലുള്ള സ്നാക്സൊക്കെ വാങ്ങാൻ പറ്റിയ ചെറിയ ഷോപ്സും കഫറ്റീരിയസും ഒക്കെ ഇൻസൈഡായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഷ്റൂംസ്, റെസ്റ്റ് റൂം, പ്രെയർ റൂം അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഈ ഹാങ്ങിങ് ഗാർഡൻ്റെ ഇൻസൈഡായിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ ഗാർഡനും ഒറ്റ റൈഡിലൂടെ കണ്ടു തീർക്കാവുന്നതാണ്. ട്രെയിനിനകത്തിരുന്നാൽ ഒരു 4 ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നടന്നു കഴിഞ്ഞാലും ഫുൾ ഗാർഡൻ കാണാൻ പറ്റും. പക്ഷേ എന്നാൽ തന്നെയും ട്രെയിനിൽ ഒരു 55 പീപ്പിളിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രെയിനാണിത്. അതിലൂടെ പോയിട്ട് നമുക്ക് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഫുൾ റൗണ്ട് അടിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ നൈറ്റ് ആവുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് വ്യൂ ആണെന്ന്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ടല്ലോ. വേറെ ഏതോ ഒരു വേറൊരു വേൾഡിൽ എത്തിയതുപോലത്തുള്ളൊരു ഫീലാണ് ആ ഒരു വാട്ടർഫോൾ മാത്രം കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ തോന്നുന്നത്. അപ്പോൾ എവിടെ വന്നാലും ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു
ഇവിടെ വന്ന ഒരു വിസിറ്റ് ഒട്ടും വേസ്റ്റ് ആവില്ല. ശരിക്കും ഓടി നടന്ന് ഒരുപാട് പിക്ചേഴ്സ്, ഈവൻ ആ വാട്ടർഫോളിൻ്റെ മുമ്പിലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്സൈഡ് കാണുന്ന ആ മനോഹരമായ പൂക്കളുടെ ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തിരുന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.